ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2025 തുടങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കരിമീൻ കറി ആയാലോ. ആദ്യം എണ്ണ ഒഴിച്ച് ഉലു പൊട്ടിക്കുക. അത് മൂക്കുമ്പോൾ ഉള്ളി, പച്ചമുളക്, ചതച്ച ഇഞ്ചി എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. അതൊന്ന് നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കുക. അതിലേക്ക് അരിഞ്ഞ തക്കാളി, കുറച്ചധികം നേരം നമ്മൾ വെള്ളത്തിലിട്ട് മാറ്റിവെച്ച കുടംപുളിയും ആ വെള്ളവും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നന്നായി ഇളക്കി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് അതൊന്ന് തിളച്ചു വരുമ്പോൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങയുടെ 2ാം പാല് ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. അതൊന്ന് തിളച്ചു വരുമ്പോൾ നമ്മുടെ കരിമീൻ കൂട്ടനെ ഓരോന്നോരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കുക. കരിമീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ കൊണ്ട് ഇളക്കരുത്, ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഇതുപോലെ മൊത്തത്തിൽ കറിച്ചിട്ട് ചെറുതായി ചുറ്റിച്ച് യോജിപ്പിച്ചെടുക്കുക. പിന്നീട് കറി നല്ലോണം കുറുകി എണ്ണ തെളിഞ്ഞു വരുമ്പോൾ 1ാം പാല് ചേർത്ത് കൊടുക്കുക. കൂടെ കറിവേപ്പിലയും ചേർത്ത് ചുറ്റിച്ച് ചെറുതിള വരുമ്പോൾ കെടുത്തുക. പിന്നീട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് അല്പം ചെറിയുള്ളി, വേപ്പില, ഉണക്കമുളക് എന്നിവ ചേർത്ത് താളിച്ച് കറിയിലേക്ക് ഒഴിക്കുക. അതിലേക്ക് കുരുമുളക് പൊടി കൂടി ചേർത്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് നല്ല ചൂടപ്പം ഉണ്ടാക്കിയാലോ. നല്ല മുരുമുരാന്നുള്ള വെള്ളയപ്പം ചുട്ട് ഇതുപോലെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് നല്ല കരിമീൻ കറിയുടെ ചാറും നല്ല കഷ്ണങ്ങളും ഇട്ട് കൊടുക്കുക. എന്നിട്ട് വിശന്ന് വലഞ്ഞിരിക്കുന്ന കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ അമൃതക്ക് തന്നെ കഴിക്കാൻ കൊടുക്കുക. മാത്രമല്ല ഇന്ന് ശിവാനി കൂടിയുണ്ട് കഴിക്കാൻ. കരിമീൻ കറി എങ്ങനെയുണ്ട് ശിവാനി എന്ന് ചോദിച്ചപ്പോൾ അവൾ കാണിച്ച ആംഗ്യമാണ് നീ കാണുന്നത്. നിങ്ങളും ഇങ്ങനെ തന്നെയാണോ കരിമീൻ കറി ഉണ്ടാക്കുന്നത്? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.